നേരിട്ട് കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഓക്കെ, ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഇത് വിളിച്ചു വരുത്തി ഒരു അപമാനമോ കാര്യങ്ങളോ ഒന്നും അല്ല. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഒരു പോസ്റ്റിൽ നിന്ന് തുടങ്ങാം. അത് സന്തോഷ് ചേട്ടന്റെ FB-ൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു ദിവസം മുമ്പ് വന്നൊരു പോസ്റ്റാണ്. ഞാൻ അതൊന്ന് വായിക്കട്ടെ. I seriously feel crushed towards media Django Space anchor girl who interviewed Alan Jos Pereira recently. ആ ഷോ ചെയ്തത് ഞാനാണ്, എന്നെ പറ്റി തന്നെയാണല്ലോ ഇത് പറയുന്നത്. ഓക്കെ, ഷീ ഈസ് ഇന്റലിജന്റ് ആസ് വെൽ ആസ് ബ്യൂട്ടിഫുൾ. I tried to get her phone number but didn't get. If that girl is interested in me, that girl can contact me. From engineer, philosopher, writer, researcher, reviewer, actor, anchor, etc. R. Santosh. ഇത് ചേട്ടന്റെ പോസ്റ്റ് ആണല്ലോ. ഇത് എന്നെ പറ്റി തന്നെയല്ലേ ഇത്? ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ I seriously feel crush എന്ന് പറയുന്നു. ചേട്ടൻ എന്താണ് ഈ ക്രഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ എന്ത് തരത്തിലുള്ള ഒരു ക്രഷ് ആണ് ചേട്ടനുള്ളത്? പ്രണയം ലീഡിംഗ് ടു മാരേജ്. ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മോശം കാര്യമാണോ? ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മോശം കാര്യമല്ല, പക്ഷെ ആ പെൺകുട്ടി താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ പബ്ലിക്കലി ഇത് കൊണ്ട് ഇടുന്നത് എത്രത്തോളം ശരിയാണ്? എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അവളെ കണ്ട നിമിഷം മുതൽ എന്റെ ഹൃദയം ഇരിക്കുന്നുണ്ടാവും അല്ലേ? എങ്ങനെ മനസ്സിലായി? അത് ഏത് പെണ്ണുങ്ങൾ കണ്ടാലും അങ്ങനെയാണല്ലോ. എനിക്ക് നിങ്ങളുടെ ആ ചോദ്യം ചോദിച്ചപ്പോൾ മനസ്സിലായി, നിങ്ങൾ ഇന്റലിജന്റ് ആണ്, സ്മാർട്ടാണ്, ബ്യൂട്ടിഫുൾ ആണ്, ബോൾഡ് ആണ്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇപ്പൊ എത്രാമത്തെ പെൺകുട്ടിയോടാണ് തോന്നുന്നത്? അങ്ങനെയൊന്നുമില്ല, ട്രൂ ലവ് ഉണ്ടാവുമ്പോൾ മാത്രം. ലോകത്തുള്ള സകല പെൺപിള്ളേരോടും എനിക്ക് ട്രൂ ലവ് ആണ്. കാരണം ചേട്ടൻ ഇത് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികളോട് എല്ലാം വൺ ഷെയ്ഡറായി. ഓനില്ലേ പെണ്ണ് കിട്ടായിട്ടൊരു മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമായി പോയി. അപ്പോ അതിനുശേഷവും പിന്നീട് ഒരുപാട് പേരുകൾ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ ദാ ലാസ്റ്റ് ആയിട്ട് സ്നേഹറജിൽ വന്ന് നിൽക്കുന്നു. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് ചേട്ടനോട് ഒരു താല്പര്യവും ഇല്ല. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. എനിക്ക് ചേട്ടനോട് ഒരു ഇഷ്ടവും ഇല്ല, ഒരു അങ്ങനെ പറയരുത്. താല്പര്യവും ഇല്ല, ഒരു വിവാഹത്തിലേക്കൊന്നും പോകാനും എനിക്ക് താല്പര്യമില്ല. താല്പര്യമില്ല, നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല. സന്തോഷമായി. താങ്ക്സ് മോനെ ദിനേശ, താങ്ക്സ് എ ലോട്ട്. അടിച്ചു പൊളിക്കടാ.